കാഫി സ്ക്രീൻഷോട്ടിൽ ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണൻ ഇപ്പോൾ SIT ചോദ്യം ചെയ്യുകയാണ്. ശരത് SS വിവരങ്ങളുമായ ശരത്, നേരത്തെ റിബേഷിലെത്തിയപ്പോൾ നിന്നുപോയ അന്വേഷണമാണ് ഇപ്പോൾ SIT പുനരാരംഭിച്ചിരിക്കുന്നത്. എന്താണ് ചോദ്യം ചെയ്യൽ, എവിടെ വെച്ചാണ്, എന്താണ് അറിയാനാകുന്നത്? നിലവിൽ ഇപ്പോൾ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുകയാണ്. റിബേഷിന് പുറമെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൂടിയായ മനീഷ്, അതുൽ എന്നിവർ കൂടിയാണ് ഇപ്പോൾ അന്വേഷണ സംഘം നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. ആദ്യം അതിലും മനീഷുമായിരുന്നു എത്തിയതിന് പിന്നാലെയാണ് റിബേഷ് കൂടി ഇപ്പോൾ എത്തിയിട്ടുള്ളത്. എന്തായാലും റിബേഷിനടക്കം വിശദമായി തന്നെ ചോദ്യം ചെയ്യും. നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ റിബേഷിൽ മാത്രമായിരുന്നു ഈ അന്വേഷണം ഒതുങ്ങിപ്പോയത്. എവിടെ നിന്നാണ് ഈ സ്ക്രീൻഷോട്ട് റിബേഷിന് ലഭിച്ചതെന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തതയില്ലാത്ത അന്വേഷണം ഒരു ഘട്ടത്തിൽ അവസാനിക്കുന്ന രീതിയിലേക്ക് തന്നെ മാറുകയും ചെയ്തതാണ്. എന്തായാലും ഇപ്പോൾ അതിലടക്കം ഇന്നിപ്പോൾ കൂടുതൽ വ്യക്തത വരും. ഇതിൽ റിബേഷിന് ഈ സ്ക്രീൻഷോട്ട് ലഭിച്ചത് എവിടെ നിന്നാണ് എന്നടക്കമുള്ള കാര്യങ്ങളിൽ മറ്റുള്ള ആളുകൾ കൂടി ഒരുമിച്ച് എത്തി ചോദ്യം ചെയ്യുമ്പോൾ വ്യക്തത വരും എന്നുള്ളതാണ്. ഇത് ഉണ്ടാക്കിയതാണോ, ഇവർക്കൊക്കെയുള്ള പങ്ക് എന്താണ്, ഇത് എവിടെയൊക്കെ പ്രചരിപ്പിച്ചു, എവിടെ നിന്നാണ് ഈ സ്ക്രീൻഷോട്ട് തയ്യാറാക്കി ഇവർക്ക് ലഭിച്ചത് എന്നുള്ള കാര്യം തന്നെയാണ് അന്വേഷണം പ്രധാനമായും കണ്ടെത്തേണ്ടത്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ എന്തായാലും ഇവരെ 3 പേരെ ഇപ്പോൾ വിളിച്ചു വരുത്തിയിട്ടുള്ളത്. വടകര വെച്ചാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ 3 പേരെയും ചോദ്യം ചെയ്യുന്നത്. മനീഷ്, അതുൽ ഒപ്പം റിബേഷ് എന്നിവർ മനീഷ്, അതുൽ ഒപ്പം റിബേഷ് എന്നിങ്ങനെ 3 പേരെയാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത്. ഇവരുടെ ഫോൺ ഉൾപ്പെടെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. വിവരങ്ങൾ ആവശ്യപ്പെട്ട് മെറ്റയ്ക്കും ഉൾപ്പെടെ നോട്ടീസ് നൽകാനും നേരത്തെ തീരുമാനിച്ചതാണ്. അങ്ങനെ ഇതിന്റെ പരമാവധി വിവരങ്ങൾ എടുക്കുക, ഒപ്പം അതിലുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുക, ഇതെവിടെ നിന്ന് ലഭിച്ചു, ആരാണ് ഇതിന് പിന്നിലുള്ളത് എന്നുള്ളതൊക്കെ തന്നെ ഒരു വ്യക്തത വരുത്തുക എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം ലക്ഷ്യം വെക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നത്. ശരത് SS ആണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്.